നമസ്കാരം, എൻ്റെ പേര് ഹരികൃഷ്ണൻ. എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂലി, ലോകേഷ് കനകരാജിൻ്റെ, രജനീകാന്തിൻ്റെ കൂലി എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഈ സിനിമ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് റിലീസിന് ശേഷം. കാരണം ഒന്ന് ലോകേഷ് കനകരാജ്, ദ ബ്രാൻഡ് ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും ഞാനിപ്പം ഫസ്റ്റ് ഡേ തന്നെ പോയി തിയേറ്ററിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ആരാധന കൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോയി തിയേറ്ററിൽ കണ്ട സിനിമയാണ്. എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് സിനിമയുടെ റിവ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പോസ്റ്റ് ചെയ്യാൻ സാധ്യമായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ്സ് തന്നെ ആദ്യം പറയാം. കാര്യം സിനിമയുടെ ഡയറക്ഷനും സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. എല്ലാത്തിനുപരി അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അതിൽ ഓരോ സീൻസിലും പുള്ളി അത് പണിയേണ്ട രീതി തന്നെ പണിതിട്ടുണ്ട്. നമുക്കത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഓറയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മലയാളത്തിന് അഭിനയിച്ചിരിക്കുന്ന സൗബിനുണ്ട്, പിന്നെ തമിഴിൽ നിന്ന് നാഗാർജുനയുണ്ട്, പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയുണ്ട്, പിന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ അമീർ ഖാൻ ഉണ്ട്. ഒട്ടുമിക്ക എന്താ പറയുക, വലിയൊരു ബിഗ് ഫാൻ കാസ്റ്റ് തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. എന്നൊക്കെ വെച്ചാലും സിനിമയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ലോകേഷിൻ്റെ മുന്നേറ്റുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതത്ര ഫാസ്റ്റ് അല്ല. അവിടെ ഇവിടെയായിട്ടൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. ചില സീൻസൊക്കെ അതിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. കാര്യം എന്താ പറയുക, ഇപ്പോൾ ഒരു ഇത് വരുന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ല. നമുക്കിപ്പോൾ ലിയോ കാണുമ്പോഴും നമുക്ക് മാസ്റ്റർ കാണുമ്പോഴും അപ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമ്മൾ ഫില്ലായി വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു ട്രെയിനിലൊരു സീനുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എന്തൊക്കെയോ ഇത് വരുന്നുള്ളൂ. നമ്മളിങ്ങനെ അടുത്ത് വന്നിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ വരില്ലേ, അതാണ്. ഇതിലൊരു ഗ്രാഫ് അങ്ങനെയാണ്, ഒരു ഹൈ ടു ലോയിലേക്കാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നത് മിക്ക സീൻസും. എന്നാൽ ഫൈറ്റ് സീൻസൊന്നും ഒട്ടും മോശമല്ല. ഇതിൽ ഇൻ്റർവെല്ലൊരു ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ രജനീകാന്ത് ഒരു ലിക്കറൊക്കെ അടിച്ചിട്ട് ഒരു കിൻഡൽ സാധനം അതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലായാലും പിന്നെ ഒരു സ്ലോ ഫേസിൽ ഇങ്ങനെ കഥ പോകും. പിന്നെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റിൽ നമ്മൾ ഉപേന്ദ്രനെ കാണുന്നു. ഉപേന്ദ്രൻ രജനീകാന്ത് നമ്മളൊരു കോമ്പിനേഷനിൽ ഒരു നല്ല ഫൈറ്റ് സീൻ നമ്മൾ വീണ്ടും കാണുന്നു. പിന്നെ ഇങ്ങനെ ഗ്രാഫ് ഡൗൺ ആവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ. ഒട്ടും എന്താ പറയുക, കഥ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്ലോ ഫേസിലാണ് പോകുന്നത്, ഇങ്ങനെ ലാഗായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ സൗബിന് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറയാം. കാരണം അദ്ദേഹത്തിനെ എന്താ പറയുക, നമ്മുടെ ജയിലറിലെ വിനായകനെ പോലെ തന്നെ ഇതിൽ പുള്ളി അതുപോലെ നിലവാരത്തിലൊരു ഡീലാണ് പുള്ളിൻ്റെ വില്ലൻസ് കാണിച്ചിരുന്നത്. പുള്ളി എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന പണി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് വില്ലൻ എന്ന് വെച്ചാൽ വില്ലന്മാരിലൊരു വില്ലൻ, അതായത് വില്ലന്മാർക്കിട്ട് പണിയാൻ നിൽക്കുന്ന ഒരു വില്ലൻ. അപ്പോൾ അറിയാലോ എന്തായിരിക്കും സാധനം. അതായത് ആ ഒരു വില്ലൻ്റെ റേഞ്ച് പുള്ളി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ പലരും ക്രിട്ടിക് ചെയ്യുന്നുണ്ട് ഈ സിനിമ ലോകേഷിൻ്റെ എന്താ പറയുക, ഒരു ഫിലിമോഗ്രഫിയിൽ കുറച്ച് വീക്കായിട്ടുള്ള സിനിമയാണ്. പക്ഷേ എനിക്കത് മൊത്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. സിനിമയിൽ ചില സ്ക്രിപ്റ്റുകളിലുള്ള പ്രശ്നം കൊണ്ടും ചില എന്താ പറയുക ലാഗ് കൊണ്ടൊക്കെ നമുക്കതങ്ങനെ ഫീൽ ചെയ്യും മറ്റുള്ള പടത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ സിനിമ അത്ര മോശം സിനിമയല്ല താനും. പിന്നെ എനിക്ക് സിനിമയിൽ ഒരു നെഗറ്റീവ് എന്നല്ല, ഒരു പോരായ്മയായിട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ പ്രതീക്ഷിക്കുമല്ലോ അമീർ ഖാൻ. അപ്പോൾ ആ ലെവലിലുള്ളൊരു സാധനം എനിക്ക് കിട്ടിയില്ല. ക്ലൈമാക്സ് പോർഷനിൽ ഇപ്പം എന്താ പറയുക, രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ ആൾക്ക് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഫാൻസുകാർക്കൊരു ക്ഷീണം വരാത്ത രീതിയിൽ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തിരുത്തൽ എനിക്ക് തോന്നി ആ ഒരു സീനിൽ. എന്ന് വെച്ചാൽ അമീർ ഖാനെ വലിയ സെറ്റപ്പിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഒരു ടീമിനെ മൊത്തം ഒരു ഗണ്ണോട് വന്ന് പുള്ളി അടിച്ചിടുക. എന്നിട്ട് രജനീകാന്തിൻ്റെ അടുത്ത് വരുമ്പം എന്താ പറയുക, അമീർ ഖാൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ്റെ അടുത്ത് പോകണ്ട, അവന് ഒരു സെറ്റപ്പാണ്, അപ്പം നീ അങ്ങോട്ട് ഇത് ചെയ്യാൻ നിൽക്കണ്ടെന്ന രീതിയിൽ ഇത് പറഞ്ഞ് എന്താ പറയുക, ആളെ അങ്ങോട്ട് തളർത്തി കളഞ്ഞ പോലെ പോയി. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് ആ ഒരു വരുന്ന ഒരു എനർജി, ഇപ്പം വിക്രത്തിന് നമ്മൾ റോളക്സിനെ കാണുന്ന ആ ഒരു പേടി ഇവിടെ ഇല്ലാണ്ട് പോവാം. വിക്രത്തിന് ഏറ്റവും ആ ഒരു ക്യാമിയോ റോൾ തന്നെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഞാനത് കണ്ട് കോരി തിരിച്ചൊരു വ്യക്തിയാണ്. ബട്ട് ഇവിടെ അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്ന് വെച്ചാൽ സിനിമയുടെ എൻഡിങ് ആണല്ലോ ഏതൊരു പ്രേക്ഷകനും കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടത്. അത് ഈ സിനിമയിൽ കിട്ടിയില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് സിനിമ ഒരു എന്താ പറയുക തനി ലോകേഷ് പടം എന്ന് നമുക്ക് ഫീൽ ചെയ്യാണ്ട് പോയത്.
പല കാരണം കൊണ്ടായിരിക്കണം സിനിമ ആ ഒരു ഇതിലേക്ക് ഇതായിപ്പോയത്. പക്ഷെ എന്തുകൊണ്ടൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഒരു കൈമുദ്ര അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പുള്ളി സ്ഥിരം ചെയ്യുന്ന മേക്കിംഗ് രീതികളാണെങ്കിലും പുള്ളി ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസിൻ്റെ ആ ഒരു രീതിയൊക്കെ ആണെങ്കിലും അതൊക്കെ ഇതിലുണ്ട്. രജനിയുടെ സ്വാഗൊക്കെ കൊള്ളാം. കാര്യം രജനിയുടെ കുറേ മുൻകാല സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഫാർ ഫാർ ബെറ്ററാണ്. കാര്യം പുള്ളി അടുത്തടുത്തിറങ്ങിയ ഒരു സിരിത്തെ ശിവയുടെ അണ്ണാത്ത, അതുപോലെ തന്നെ ദർബാർ, വേട്ടയൻ, അങ്ങനെയുള്ള കുറച്ച് രജനിയുടെ കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയൊക്കെ ഭേദമാണ്. ടോപ്പ് നോച്ച് സാധനം തന്നെയാണിത്. സോ ഈ സിനിമ മോശം സിനിമയൊന്നും ഞാൻ വിലയിരുത്തില്ല. തിയേറ്ററിൽ പോയി അത്യാവശ്യം വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സിനിമ. ആർക്ക് വേണമെങ്കിലും ടിക്കറ്റ് എടുത്ത് പോയി കാണാം. തിയേറ്ററിൽ കാണാനുള്ള സാധനമുണ്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്. പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ഞാൻ പറയുന്ന എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതെൻ്റെ തുടക്ക ചാനലാണ്, എൻ്റെ ആദ്യ വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് ഞാൻ സജീവമായിട്ട് സിനിമ റിവ്യൂസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക്, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.